Next, we shall discuss the express and implied conditions and warranties. So, condition is a stipulation which is essential to the main purpose of the contract of sale, the breach of which gives the other party a right to repudiate the contract. And warranty is only collateral, the breach of which gives a right to claim for damages. ഇത് രണ്ടും സ്റ്റിപ്പുലേഷൻസ് ആണ്. വാറണ്ടി ബ്രീച്ചായി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടീഷൻ ബ്രീച്ചായി കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. ഇനി എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. ഇപ്പോൾ എക്സ്പ്രസ് ആണെങ്കിൽ എന്താ? എക്സ്പ്രസ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ആർ ദോസ് വിച്ച് ആർ എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ഇൻ ദി കോൺട്രാക്ട്. എക്സ്പ്രസ് കണ്ടീഷൻസും വാറണ്ടിയും ആ കോൺട്രാക്റ്റിൽ എക്സ്പ്രസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കും, അവിടെ കൃത്യമായിട്ട് തന്നെ ഇത് വെളിപ്പെടുത്തിയിരിക്കും. ദെൻ implied conditions and warranties are those which law implies in the contract. ലോ ഇംപ്ലൈ ചെയ്യുന്നു, ലോ അതിൻ്റെ അകത്ത് പറയുന്നു ഇങ്ങനെ കണ്ടീഷനും വാറണ്ടിയും ഉണ്ട്. ലോ ഇംപ്ലൈസ് ഇൻ എ കോൺട്രാക്ട്, അതാണ് ഇംപ്ലൈ. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്താ? കോൺട്രാക്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി സർക്കംസ്റ്റാൻസസ് ഓർ ബിഹേവിയർ ഓർ കസ്റ്റംസ്. ഇൻഫേർഡ് ആണ്, നമ്മളെന്താ മനസ്സിലാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ ലോ പറയുന്ന എന്താ? ലോ ഇംപ്ലൈസ് ഇൻ ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഇങ്ങനെ കണ്ടീഷൻസും വാറണ്ടിയും ഉണ്ട് എന്ന് ലോ പറയുന്നു, നിയമം പറയുന്നു. അതാണ് നമുക്ക് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. നമ്മൾ ഇംപ്ലൈഡ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പ്രധാനമായിട്ടും 8 ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആർ ഗിവൺ. ഒരു 8 ഇംപ്ലൈഡ് കണ്ടീഷൻസും ഒരു 3 ഇംപ്ലൈഡ് വാറണ്ടീസുമാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ്? അപ്പം ആദ്യത്തേത് ഒന്ന്, കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. ഉടമസ്ഥാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു, അതായത് ഇംപ്ലൈഡ് ആയിട്ടുള്ളതാണ്, ഇംപ്ലൈഡ് കണ്ടീഷനാണ്. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. ഇപ്പം സെല്ലറിന് വിൽക്കുന്ന സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. The seller must have a clear title of the goods at the time of the contract of sale or at the time of sale. വിൽപ്പന നടക്കുമ്പോഴോ വിൽക്കാനുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോഴോ സെല്ലറിന് സാധനങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ, ദാറ്റ് ഈസ് given in section 14. Then sale by description. ഇവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ഇഫ് ദി സെയിൽ ഈസ് ബൈ ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ, സെയിൽ ഈസ് ബൈ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ, വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പന നടക്കുന്നതെങ്കിൽ, ദർ ഈസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദി ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് ടു ദി ഡിസ്ക്രിപ്ഷൻ. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഡിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പന നടക്കുന്നതെങ്കിൽ ദി ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് ടു ദി ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് തന്നെ ആയിരിക്കണം, അതുപോലെയുള്ള ഗുഡ്സ് തന്നെ ആയിരിക്കണം. ഇതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 15. ദെൻ സെയിൽ ബൈ സാമ്പിൾ. ഇനി വിൽപ്പന നടക്കുന്ന സാമ്പിൾ മുഖാന്തരമാണ് എങ്കിൽ ദെൻ ദി ഗുഡ്സ് സപ്ലൈഡ് മസ്റ്റ് ബി കറസ്പോണ്ട് ടു ദി സാമ്പിൾ. സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് സാമ്പിൾ പോലെ തന്നെ ഉള്ളതായിരിക്കണം, അതേ ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. ഇതും ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഇപ്പോൾ സെയിൽ ബൈ സാമ്പിൾ ആണെങ്കിൽ, സാമ്പിളിൽ തന്നിരിക്കുന്ന വ്യത്യസ്തമായ സാധനങ്ങളാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡർ ആസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. അതൊരു ബ്രീച്ച് ഓഫ് കണ്ടീഷനായിട്ട് മാറും. അത് ക്വാളിറ്റിയിലും സൈസിലും എല്ലാ കാര്യങ്ങളിലും സാമ്പിളുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കണം. ദെൻ നാലാമത്തെ ഒരു കണ്ടീഷൻ എന്താ പറയുക? സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആസ് വെൽ ആസ് ബൈ സാമ്പിൾ. ഡിസ്ക്രിപ്ഷനും സാമ്പിളും അനുസരിച്ചാണെങ്കിൽ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിരിക്കണം, കറസ്പോണ്ട് ചെയ്തിരിക്കണം. സാമ്പിളും ഡിസ്ക്രിപ്ഷനും അത് രണ്ടും ഉണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിട്ട് തന്നെ ഉള്ള ഗുഡ്സ് വേണം സപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. അതുമെന്താ? ക്വാളിറ്റിയും ഫിറ്റ്നസ്സും ബയർ ഈ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗുഡ്സ് വേണം സപ്ലൈ ചെയ്യാനായിട്ട്. In a contract of sale, there is no implied condition as the quality or fitness of the goods for a particular purpose. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താ പറയുക? ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻ. അങ്ങനെ ഒരു കണ്ടീഷൻ, ഇംപ്ലൈഡ് കണ്ടീഷൻ ഇല്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ബയർ മസ്റ്റ് എക്സാമിൻ ദി ഗുഡ്സ് thoroughly before he buys them in order to satisfy himself that the goods will be suitable for the purpose to which he is buying them. അപ്പം ബയർ അത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് അയാൾ വാങ്ങുന്ന പർപ്പസിന് വേണ്ടി യോജിച്ചതാണ് എന്ന് ഉറപ്പാക്കണം. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇതാണ് ജനറൽ റൂളെങ്കിലും ഇഫ് ദി ബയർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി മേക്സ് നോൺ ടു ദി സെല്ലർ ദി പർപ്പസ്. വാങ്ങുന്നയാൾ എന്താ? എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി മേക്സ് നോൺ ടു ദി സെല്ലർ ദി പർപ്പസ് ഫോർ വിച്ച് ഹി ഈസ് ബൈയിങ് ദി ഗുഡ്സ്. പർപ്പസ് എന്തിനു വേണ്ടിയാണ് വാങ്ങുന്നത് സെല്ലറെ അറിയിക്കുന്നുണ്ടേ എങ്കിൽ there is an implied condition that the goods are reasonably fit for that purpose. അപ്പം സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ബയർ സെല്ലറിനോട് ഇത് എന്തിനു വേണ്ടിയാണ് വാങ്ങുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ ഐദർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി, ഏത് രീതിയിലാണെങ്കിലും then the goods shall be reasonably fit for that purpose. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ആയിട്ട് വരും. ജനറലി വാങ്ങുന്നയാളാണ് സാധനങ്ങൾ കണ്ട് ബോധ്യപ്പെടേണ്ടത് ഇത് അയാളുടെ ഉപയോഗത്തിന് സ്യൂട്ടബിൾ ആണെന്ന്. പക്ഷേ വാങ്ങുന്ന സമയത്ത് ബയർ കൃത്യമായിട്ട് സെല്ലറെ പർപ്പസ് അറിയിക്കുന്നുണ്ടെങ്കിൽ ആ പർപ്പസിന് അത് യോജിക്കുന്നതായിരിക്കണം. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനായിട്ട് പറയാറുണ്ട്. ദെൻ കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. അപ്പം ഇതെന്താ? ഒരു മെർക്കൻറ്റബിൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം. വീണ്ടും അത് കൈമാറ്റം ചെയ്യാൻ സ്യൂട്ടബിൾ ആയിരിക്കണം. അതും ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. ഗുഡ് ഷുഡ് ബി ഓഫ് മെർക്കൻറ്റബിൾ ക്വാളിറ്റി, ദാറ്റ് ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ. ദെൻ കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്, ഫിറ്റ് ഫോർ കൺസംഷൻ. ഈ നമ്മളെന്താ കൺസംഷന് വേണ്ടി ഫുഡ് സ്റ്റഫുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടീഷനാണ്. കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. It is a part of the condition as to mercantability. It is applicable in case of eatables. Foods, eatablesന്റെ കാര്യത്തിലാണ് ഈ കണ്ടീഷൻ ഓഫ് ഹോൾസംനെസ് ആപ്ലിക്കബിൾ ആകുന്നത്. ദെൻ ഫുഡ് സ്റ്റഫ് എല്ലാം അത് സൗണ്ട്, പ്യുവർ ആൻഡ് ഫിറ്റ് ഫോർ കൺസംഷൻ അറ്റ് ദി ടൈം ഓഫ് സെയിൽ. വിൽപ്പനയുടെ സമയത്ത് കൺസംഷന് ഫിറ്റ് ആയിരിക്കണം. ഇതാണ് എന്താണ് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ് പറയുന്നത്. ദെൻ കണ്ടീഷൻ ഇംപ്ലൈഡ് ബൈ കസ്റ്റം ഓർ യൂസേജ്. ഇപ്പോൾ ഓരോ ട്രേഡിലുമുള്ള കസ്റ്റം യൂസേജും അനുസരിച്ച് ഇംപ്ലൈഡ് കണ്ടീഷൻസ് വീണ്ടും പ്രത്യേകമായിട്ടുണ്ടാകാം. ഈ എല്ലാ കണ്ടീഷൻസും പ്രത്യേകം സെക്ഷൻ അനുസരിച്ചാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സെയിൽ കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ സെക്ഷൻ 14, ദെൻ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ 15, സെയിൽ ബൈ സാമ്പിൾ സെക്ഷൻ 17 സബ്സെക്ഷൻ 2, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആസ് വെൽ ആസ് ബൈ സാമ്പിൾ സെക്ഷൻ 15, then condition as the quality or fitness section 16 subsection 1, then condition as to wholesomeness 16 subsection 2, then last one 8th condition section 16 subsection 3. ഇതെല്ലാം എന്താണ്? ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ്, എക്സ്പ്രസ് അല്ല. ഇംപ്ലൈഡ് കണ്ടീഷൻസ്. ഈ ഏതെങ്കിലും ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ the aggrieved party can repudiate the contract, the breach of which gives right to repudiate the contract in case of breach of a condition, whether it is an express condition or implied condition. The express condition ആണെങ്കിലും implied condition ആണെങ്കിലും ഒരു കണ്ടീഷൻ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ the aggrieved party can repudiate the contract. പ്രധാനമായിട്ടൊരു 8 ഇംപ്ലൈഡ് കണ്ടീഷൻസും 3 ഇംപ്ലൈഡ് വാറണ്ടീസുമാണ്. നമുക്ക് ഇംപ്ലൈഡ് വാറണ്ടി എന്താ? ഇംപ്ലൈഡ് വാറണ്ടീസ് ആർ വാറണ്ടീസ് ലോ ഇംപ്ലൈസ് ആണ്. ലോ ഇംപ്ലൈ ചെയ്യുന്നു, നിയമം പറയുന്നു ഇങ്ങനെ വാറണ്ടികളുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ലോ ഇംപ്ലൈസ്. there are 3 types of warranties. അത് ഇംപ്ലൈഡ് വാറണ്ടിയാണ്. ഇംപ്ലൈഡ് വാറണ്ടീസ് ആർ വാറണ്ടീസ് ദാറ്റ് ലോ ഇംപ്ലൈസ് ഇൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഇങ്ങനെ വാറണ്ടി ഉണ്ടെന്ന് ലോ ഇംപ്ലൈ ചെയ്യുന്നു. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വാറണ്ടികളാണ്. വൺ ഈസ് വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസിഷൻ. എന്താ വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസിഷൻ? ദാറ്റ് ഈസ്
It is an implied warranty to the buyer that he should have quiet possession and enjoyment of the goods sold to him without any disturbance from the seller. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുന്നയാൾക്കത് കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനുമുള്ള റൈറ്റ് ഉണ്ട്. ആ അവകാശം ബയറോ തേർഡ് പാർട്ടിക്കാരോ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇതാണ് ആദ്യത്തെ ഒരു ഇംപ്ലൈഡ് വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസിഷൻ. സെക്കൻഡ്ലി, വാറണ്ടി ഓഫ് ഫ്രീഡം ഫ്രം എൻകുംബറൻസസ്. ഇതിൻ്റെ പേരിൽ മറ്റാളുകൾക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ മേൽ മറ്റാളുകൾക്ക് എന്തെങ്കിലും ചാർജോ അല്ലെങ്കിൽ മറ്റാളുകളുടെ എന്തെങ്കിലും അവകാശമോ ഭാഗികമായിട്ട് പോലും ഉണ്ടാകാൻ പാടില്ല. വാറണ്ടി ഓഫ് ഫ്രീഡം ഫ്രം എൻകുംബറൻസ്. ദിസ് ഇസ് ആൻ ഇംപ്ലൈഡ് വാറണ്ടി ദാറ്റ് ദി ഗുഡ്സ് സോൾഡ് ആർ ഫ്രീ ഫ്രം. അപ്പം വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ എന്താണ്? ഫ്രീ ഫ്രം എനി ചാർജ് ഓർ എൻകുംബറൻസ് ഇൻ ഫേവർ ഓഫ് എ തേർഡ് പേഴ്സൺ. വാങ്ങുന്ന സാധനങ്ങൾക്ക് തേർഡ് പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ചാർജോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കാരുടെ എന്തെങ്കിലും ബാധ്യതകളോ ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടാമത്തെ ഇംപ്ലൈഡ് വാറണ്ടി ആയിട്ട് പറയുന്നതാണ്. മൂന്നാമത്, വാറണ്ടി ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. അതും വാറണ്ടിയാണ്. എന്തെങ്കിലും ഗുഡ്സിൻ്റെ ഈ വിൽപ്പന നടക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡേഞ്ചറസ് നേച്ചർ ഉണ്ടെങ്കിൽ ആ ഡേഞ്ചറസ് നേച്ചർ വെളിപ്പെടുത്താനുള്ള ഒരു ബാധ്യതയുണ്ട്. ഒരു പശുവിനെ വാങ്ങാൻ ചെന്ന് കഴിയുമ്പോൾ പശുവിന് തൊഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വിൽക്കുന്നയാൾ അത് വെളിപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഉണ്ട്. ഡേഞ്ചറസ് നേച്ചർ, മറ്റെന്തെങ്കിലും ഒരു ഡേഞ്ചറസ് നേച്ചർ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് വാങ്ങുന്നയാൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സെല്ലർ കൊടുക്കേണ്ടി വരും. അതാണെന്താ? Where a person sells goods knowing that the goods are basically dangerous or they are likely to be dangerous to the buyer and that the buyer is ignorant of the danger, he must warn the buyer of probable danger. The seller must warn the buyer of probable danger. Then otherwise he shall be liable for damages. But dangerous goods ആണെങ്കിൽ seller should warn the buyer about the probable danger. Otherwise he shall be liable for damages. നമ്മളൊരു 8 ഇംപ്ലൈഡ് കണ്ടീഷൻസും 3 ഇംപ്ലൈഡ് വാറണ്ടീസുമാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ്, കവറ്റ് എംഡർ. ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് കവറ്റ് എംഡർ. സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താ? കവറ്റ് എംഡർ. ലെറ്റ് ദി ബയർ ബിവെയർ. വാങ്ങുന്നയാൾ ബോധ്യപ്പെടട്ടെ. സെല്ലറിൻ്റെ ഡ്യൂട്ടി അല്ല സാധനങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ. ഈ സാധനങ്ങൾക്ക് ഇന്ന ഡിഫക്റ്റ് ഉണ്ട്, ഇതിന് ഇന്ന നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഡേഞ്ചർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കവറ്റ് എംഡർ. ലെറ്റ് ദി ബയർ ബിവെയർ. Let the buyer make sure that the goods are fit for his purpose. The buyer shall examine the goods and make sure that the goods are fit for his purpose before he is buying the goods or before he enters into an agreement to buy. ഇതാണ് നിയമം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. So covet emptor means let the buyer beware. This means in a sale of goods the seller is under no duty. Covet emptor പറയുന്നത് എന്താ? The principle of covet emptor means that in a sale of goods the seller is under no duty to reveal unflattering truth about the goods sold. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയേണ്ട കാര്യമില്ല. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ കവറ്റ് എംഡർ പ്രിൻസിപ്പിൾ പ്രകാരം അങ്ങനെ ഒരു ബാധ്യത സെല്ലറിനില്ല. Therefore, when a person buys some goods, the buyer must examine them thoroughly. When a person buys some goods, the buyer must examine them thoroughly and make sure that the goods are fit for the purpose for he is buying that. And he should make sure that there is any known defect. Defect ഒന്നുമില്ല. By reasonable examination, എക്സാമിൻ ചെയ്ത് ബോധ്യപ്പെടണം. Let the buyer beware. Covet emptor. Then afterwards he cannot blame the seller. ഇതാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, എക്സ് ബോർഡ് ഓട്സ് ഫ്രം എസ്, എ സാമ്പിൾ ഓഫ് വിച്ച് വാസ് ഷോൺ ടു എക്സ്.
എന്താ ഓട്സ് വാങ്ങുന്നു, സാമ്പിൾ കാണിച്ചു. Then X believed that the odds were new. The odds were however old. It was held that X could not avoid the contract. സാമ്പിൾ കാണിച്ചു, സാമ്പിൾ കാണിച്ചപ്പോൾ എന്താ അത് പുതിയതാണോ പഴയതാണോ എന്ന് എക്സ് ബോധ്യപ്പെട്ടില്ല. അത് ബോധ്യപ്പെടേണ്ട ബാധ്യത എക്സിനുണ്ടായിരുന്നു. കവറ്റ് ടെൻഡർ പ്രിൻസിപ്പിൾ അതാ പറയുന്നത്, വിൽക്കുന്നയാൾക്കല്ല വാങ്ങുന്നയാൾക്കാണ് ഗുഡ്സ് എക്സാമിൻ ചെയ്ത് അയാൾ എന്ത് പർപ്പസിനാണോ വാങ്ങുന്നതെന്ന് അത് എൻഷുർ ചെയ്യാൻ ഉള്ള ബാധ്യത അത് ബയർക്കാണ്. കവറ്റ് ടെൻഡർ, ലെറ്റ് ദി ബയർ ബിവെയർ. ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദി ബയർ ടു മേക്ക് ഷുവർ ദാറ്റ് ദി ഗുഡ്സ് ആർ suitable for his purpose. He shall examine the goods and make sure that the goods which he buys is suitable for the purpose for which he is buying that. അത് ഉറപ്പാക്കണം. ദെൻ ഇത് കവറ്റ് ടെൻഡർ പ്രിൻസിപ്പിളാണ്. ദെൻ നെക്സ്റ്റ്, ഈ റൂളിന് ചില എക്സംഷൻസ് തരുന്നുണ്ട്. ഫോളോയിങ് എക്സെപ്ഷൻസ് ആണ്. ദി റൂൾ കവറ്റ് ടെൻഡർ ഈസ് ഹവർ സബ്ജക്ട് ടു ദി ഫോളോയിങ് എക്സെപ്ഷൻസ്. ഇവിടെ എല്ലാത്തിലും പറയുന്നത് എന്താ? കവറ്റ് ടെൻഡർ വാങ്ങുന്നയാൾ ബോധ്യപ്പെടട്ടെ. ഇതിന് എക്സാമ്പിൾസ് കൊടുത്താൽ നന്നായിരിക്കും. നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ എക്സാമ്പിൾസ് കാണും. കാരണം പ്രധാനമായിട്ട് എന്താ പറയുന്നത്, വിൽക്കുന്നയാൾക്ക് വിൽക്കുന്ന വസ്തുവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ള ബാധ്യതയില്ല. അത് ബയറിന്റെ ഡ്യൂട്ടിയാണ്. ബയറാണ് ഗുഡ്സ് എക്സാമിൻ ചെയ്ത് ഉറപ്പാക്കേണ്ടത്. ഇതിന് ഡിഫക്റ്റ് ഒന്നുമില്ല. ഗുഡ്സ് ആർ suitable for the purpose he is buying that. And this general principle covet tender has certain exceptions. ഇതിന് ചില പ്രത്യേക ഒഴിവുകളുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ജനറൽ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ലാതെ വരും. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ഇവിടെ എന്താ? വെൻ ദി ബയർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി, വെൻ ദി ബയർ എക്സ്പ്രസ്ലി ഓർ ബൈ ഇംപ്ലിക്കേഷൻ make known to the seller the purpose for which he is buying the goods, then the principle of covet tender will not be applicable there. സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ബയർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി മേക്സ് നോൺ ടു ദി സെല്ലർ, സെല്ലറിനെ അറിയിക്കുന്നു ഞാൻ ഈ സാധനങ്ങൾ വാങ്ങുന്ന ഇന്ന പർപ്പസിന് വേണ്ടിയാണ്. അങ്ങനെയാണ് എങ്കിൽ ദി സെല്ലർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദി ഗുഡ്സ് ആർ suitable ഫോർ ദി പർപ്പസ്. അവിടെ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. അത് ആരാണ്? ആദ്യത്തെ ഒരു എക്സെപ്ഷൻ, ഫിറ്റ്നസ് ഫോർ ദി ബയേഴ്സ് പർപ്പസ്. ഇഫ് ദി പർപ്പസ് ഈസ് expressly or impliedly make known to the seller. Then the second one is sale under a patent or trade name. ഒരു പേറ്റന്റിൻ്റെയോ ട്രേഡ് നെയിമിൻ്റെയോ കീഴിലുള്ള സാധനങ്ങളാണെങ്കിൽ people expect certain quality and fitness for such goods. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ? ആ സാധനങ്ങൾ റീസണബിളി ഫിറ്റ് ആയിരിക്കണം. കാരണം ഓരോ ട്രേഡ് മാർക്കിനും പേറ്റന്റിനും ഒക്കെ അതിൻ്റെതായ ക്വാളിറ്റിയും ഗുഡ് വില്ലുമുണ്ട്. അതിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കണം. ദെൻ ഇവിടെ എന്താ? ദി ഗുഡ് ഷാൽ ബി റീസണബിളി ഫിറ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. പേറ്റന്റും ട്രേഡ് മാർക്കും ഒക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും ഇന്ന യൂസേജിന് ഈ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ആളുകളുടെ ബിലീഫാണ്. അപ്പം അതുകൊണ്ട് എന്താ? അങ്ങനെയുള്ള സാധനങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ അതാണ്. ഒരു ഫോളോയിങ് എക്സെപ്ഷൻസിൽ സെക്കൻഡായിട്ട് പറയുന്നത് സെയിൽ അണ്ടർ എ പേറ്റന്റ് ഓർ ട്രേഡ് നെയിം. ദെൻ മെക്കൻഡബിൾ ക്വാളിറ്റി. ഗുഡ്സ് എല്ലായ്പ്പോഴും മെക്കൻഡബിൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതൊരു ജനറൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ഏത് കോൺട്രാക്ട് ഓഫ് സെയിലാണെങ്കിലും ദി ഗുഡ് ഷുഡ് ബി ഓഫ് മെർക്കൻഡബിൾ ക്വാളിറ്റി. അത് ആ ട്രേഡിൻ്റെ അകത്ത് കൈമാറ്റം ചെയ്യാൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ദെൻ ഈ മെർക്കൻഡബിൾ ക്വാളിറ്റിയുടെ മീനിങ് എന്താ? സോ മെർക്കൻഡബിൾ ക്വാളിറ്റി മീൻസ് ദാറ്റ് ദി ഗുഡ് ഷുഡ് ബി സച്ച് ആസ് കൊമേഴ്ഷ്യലി സ്യൂട്ടബിൾ അണ്ടർ ദി ഡിസ്ക്രിപ്ഷൻ ബൈ വിച്ച് ദേ ആർ നോൺ ഇൻ ദി മാർക്കറ്റ്. കൊമേഴ്ഷ്യലി സ്യൂട്ടബിൾ അണ്ടർ ദി ഡിസ്ക്രിപ്ഷൻ ബൈ വിച്ച് ദേ ആർ നോൺ ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ അറിയപ്പെടുന്ന ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഉപയോഗത്തിനും സ്യൂട്ടബിൾ ആയിരിക്കണം. അങ്ങനെ സ്യൂട്ടബിൾ അല്ല എങ്കിൽ കവറ്റ് ടെൻഡർ പ്രിൻസിപ്പിളോട് ആപ്ലിക്കബിൾ ആകില്ല. കാരണം ജനറൽ റൂളിൽ ഒരു എക്സെപ്ഷനാണ്.
mercantile quality. Then fourth one, consent by fraud. ഇവിടെ if the consent of the buyer is obtained by fraud, coercion, undue influence, etc., then the principle of covenant is not applicable in that case. അവിടെ ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ലാതെ വരും. ഇപ്പോൾ ഇവിടെ എന്താ, if the consent of the buyer in a contract of sale is obtained by fraud or where the seller knowingly conceals the defect, ഒന്നെങ്കിൽ കബളിപ്പിച്ചാണ് കൺസെന്റ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഡിഫക്റ്റ് മറച്ചു വെച്ചു സെല്ലർ, അങ്ങനെ വരുന്ന കേസിൽ എന്താ, ബയറിനൊരു റീസണബിൾ എക്സാമിനേഷനിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ദി പ്രിൻസിപ്പിൾ ഓഫ് കവറ്റ് ടെമ്പർ വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഹിയർ. ദെൻ യൂസേജ് ഓഫ് ട്രേഡ്, ഓരോന്നിനും പ്രൂഫ് ഓഫ് റീസണബിൾ യൂസേജ് ഓഫ് ട്രേഡ് മേ ഓൾസോ എസ്റ്റാബ്ലിഷ് ഇൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എന്താ, ഓരോ ട്രേഡിൻ്റെയും യൂസേജ്, ഓരോ പ്രോഡക്റ്റിനുമുള്ള യൂസേജ്, അത് ഒരു റീസണബിൾ ക്വാളിറ്റി ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്വാളിറ്റി ഇല്ല എങ്കിൽ ഇവിടെയും പ്രിൻസിപ്പിൾ ഓഫ് കവറ്റ് ടെമ്പർ ആപ്ലിക്കബിൾ അല്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓർ പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി, ഉടമസ്ഥാവകാശത്തിൻ്റെ ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു. ദി ടേം പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. പ്രോപ്പർട്ടി എന്താ, ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ആണ്. Then on passing the property to the buyer, he becomes the owner of the goods. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതോടുകൂടി ബയർ സാധനങ്ങളുടെ ഉടമസ്ഥനായിട്ട് മാറുന്നു. The term property in goods must be distinguished from the term possession of goods. പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സും പൊസിഷനും നമ്മൾ വ്യത്യാസമുണ്ട്, അതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൈവശം വെച്ചുകൊണ്ടിരിക്കാനുള്ള റൈറ്റ് ആണ്. പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് മീൻസ് ദ ടൈറ്റിൽ, ഓണർഷിപ്പ്. പ്രോപ്പർട്ടിയും നമ്മൾ ആ വ്യത്യാസം വരുന്നുണ്ട്. പ്രോപ്പർട്ടി മീൻസ് ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ഓർ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ്. പൊസഷൻ മീൻസ് എന്താ, ദ റൈറ്റ് ടു കീപ് ദി ഗുഡ്സ്, കൈവശം വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവകാശമാണ്. ദെൻ നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറേ പോയിന്റ് പറയുന്നുണ്ട്. അതിൽ റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. അപ്പം ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്കുകളും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. റിസ്ക് ട്രാൻസ്ഫേഴ്സ് വിത്ത് ഓണർഷിപ്പ്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോയിന്റാണ്. ദി ഫസ്റ്റ് പോയിന്റ് ഈസ് റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതോടുകൂടി ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും അതും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. സെക്കൻഡ് വൺ, പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഓവർ ദി ഗുഡ്സ്. പ്രൊപ്രൈറ്ററി റൈറ്റ്സ്, ഉടമസ്ഥാവകാശം, പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഓൾസോ ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ when goods are sold. Proprietary rights, ownership rights. Then seller's right for price. Seller is always having a right to get the price in case of sale. സെല്ലറിന് അതിൻ്റെ വില കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. വൺസ് ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്, സെല്ലർ ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ദി പ്രൈസ്. ദെൻ ഫോർത്ത് വൺ, ഇൻസോൾവൻസി ഓഫ് ദി സെല്ലർ ഓർ ബയർ. സെല്ലറോ ബയറോ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് എന്താണ്, നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണത്. ഇൻസോൾവൻസി ഓഫ് സെല്ലർ ഓർ ബയർ. അപ്പം ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസോൾവൻ്റ് ഈസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇൻസോൾവൻ്റ് ബൈ എ കോർട്ട് ഓഫ് ലോ. ഇവൻ ഇൻസോൾവൻ്റ് ആണെന്ന് പറയുന്നപ്പോൾ അവിടെ ആ ഒരു പ്രോപ്പർട്ടി എല്ലാം റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നീട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ റിസീവർ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ്. ഉടമസ്ഥരല്ലാത്തവർക്ക് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാൻ സാധിക്കുമോ? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ നോൺ ഓണേഴ്സ്. ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ഓർ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്താ? റൂൾ ഓഫ് നെമോ ഡെറ്റ് കോഡ് നോൺ ഹാബേറ്റ്. ഇതാണ് അതിൻ്റെ ജനറൽ റൂൾ. നെമോ ഡെറ്റ് കോഡ് നോൺ ഹാബേറ്റ്. എന്താ പറയുന്നത്? നോ വൺ ഗീവ്സ് ഹു പൊസസ് നോട്ട്, നോ വൺ ഗീവ്സ് ഹു പൊസസ് നോട്ട്, ഓർ നോബഡി ക്യാൻ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാറ്റ് വാട്ട് ഹി ഹാസ്. ഒരാൾക്ക് അയാൾക്കുള്ളതിനേക്കാളും നല്ലൊരു ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ജനറൽ പ്രിൻസിപ്പിളാണ്. Then
The general rule is that only the owner of the goods can sell the goods. സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് പറയുന്നത് എന്താ? ജനറൽ റൂളായിട്ട് പറയുന്നത് only the owner of goods can sell the goods. ഗുഡ്സിൻ്റെ ഉടമസ്ഥന് മാത്രമേ അത് വിൽക്കാനുള്ള റൈറ്റ് ഉള്ളൂ. only he can transfer a good title. ഒരു നല്ല ഉടമസ്ഥാവകാശം ഓണറിന് മാത്രമേ കൈമാറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ ഈ ജനറൽ റൂൾ നമ്മൾ ഓർത്തിരിക്കുക. Then the general principle regarding passing of title is subject to number of exceptions. ഈ ജനറൽ റൂളിന് ചില എക്സെപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ എക്സെപ്ഷൻസുമാണ് പലപ്പോഴുമായിട്ട് ഓർത്തിരിക്കേണ്ടത്. 1. Authority or consent of the owner. ജനറൽ റൂൾ എന്താ? only the true owner of goods can make a sale. only the true owner of goods can transfer a good title. ഇതാണ് ജനറൽ റൂൾ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നെമോഡറ്റ് കൊട്ട് നോൺ ഹബേറ്റ്. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതോറിറ്റി ഓർ കൺസെൻറ്റ് ഓഫ് ഓണർ. സോ ഇഫ് ദി ഗുഡ്സ് ആർ സോൾഡ് വിത്ത് ദി അതോറിറ്റി ഓർ കൺസെൻറ്റ് ഓഫ് ദി ഓണർ, അപ്പം അവിടെ എന്താണ്? ദെൻ ദി അതർ പേഴ്സൺ ക്യാൻ ട്രാൻസ്ഫർ എ ഗുഡ് ടൈറ്റിൽ. ഒന്ന് ഓർത്തിരിക്കുക. വെൻ ഗുഡ്സ് ആർ സോൾഡ് ബൈ എ പേഴ്സൺ വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി ഓണർ, ദി ട്രാൻസ്ഫർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ. എക്സാമ്പിൾ, an agent who sells goods on behalf of the principals. ഏജന്റ് പ്രിൻസിപ്പൽമാർക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കുന്നു. അവിടെ ഗുഡ് ടൈറ്റിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫർ നടപ്പിലാക്കുന്നത്? പ്രിൻസിപ്പലിൻ്റെ അറിവോടും സംഭവത്തോടും കൂടിയാണ്. Then second one, estoppel. When the true owner is estopped by conduct from denying the seller's authority to sell. ഒരിക്കൽ അയാളുടെ പെരുമാറ്റം കൊണ്ട് ഉടമസ്ഥനാണെന്ന് മറ്റൊരാളെ വിശ്വസിപ്പിച്ചു, പിന്നീട് എന്താ അയാൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല. പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ. അങ്ങനെ വരുന്ന കേസിൽ എന്താ? ദി ട്രാൻസ്ഫർ വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ആസ് അഗൈൻസ്റ്റ് ദി ട്രൂ ഓണർ. ദെൻ സെയിൽ ബൈ കോ ഓണർ. ഒന്നിലധികം ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ അയാളുടെ കൈവശമാണോ ഇരിക്കുന്നത്, അയാൾക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് സെയിൽ ബൈ കോ ഓണർ, ദി ബയർ ക്യാൻ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. ബയറിന് നല്ല ടൈറ്റിൽ കിട്ടും. ഒരു 4-5 ഉടമസ്ഥരുണ്ട്. ഇതിലേതെങ്കിലും ഒരാളുടെ കൈവശമാണ് ഈ ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ അയാളത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ദി ബയർ ക്യാൻ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് അണ്ടർ വോയിഡബിൾ എഗ്രിമെന്റ്. ഒരു വോയിഡബിൾ എഗ്രിമെന്റ് പ്രകാരം ഒരാളുടെ കൈവശം ഗുഡ്സ് ഉണ്ടെങ്കിൽ ഹി ക്യാൻ ട്രാൻസ്ഫർ എ ഗുഡ് ടൈറ്റിൽ until the other party makes the contract void. ഒരു വോയിഡബിൾ എഗ്രിമെന്റ് പ്രകാരമാണ് ഒരാളുടെ കൈവശം സാധനം എത്തിയിരിക്കുന്നതെങ്കിലും അതർ പാർട്ടി ആ എഗ്രിമെന്റ് വോയിഡ് ആക്കുന്നത് വരെ ഹി ക്യാൻ ട്രാൻസ്ഫർ എ ഗുഡ് ടൈറ്റിൽ. കാരണം അതുവരെ കൈവശമുള്ള ആളുടെ ടൈറ്റിൽ ഗുഡ് ടൈറ്റിലാണ്. ഒരിക്കലും വോയിഡ് ആക്കിക്കഴിഞ്ഞാൽ മാത്രമേ ടൈറ്റിലിന് വ്യത്യാസം വരുന്നുള്ളൂ. ദെൻ സെയിൽ ബൈ ദി സെല്ലർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ. വിൽപ്പന കഴിഞ്ഞു, അതിനുശേഷം സാധനങ്ങൾ സെല്ലറിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. ഈ സാധനങ്ങൾ വീണ്ടും അയാൾ വിറ്റ് കഴിഞ്ഞാൽ ദി ബയർ ക്യാൻ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ഇഫ് ദി ബയർ ഈസ് ബൈയിങ് ദി ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ വാല്യൂ. ഇയാളിങ്ങനെ ഇത് വിറ്റതാണ്, ഒരിക്കൽ വിറ്റതാണ് എന്നറിയാതെ പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ദി ബയർ ക്യാൻ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. സോ സെയിൽ ബൈ സെല്ലർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ. വിൽപ്പന കഴിഞ്ഞു, വിൽപ്പന കഴിഞ്ഞ് ചിലപ്പം പണവും വാങ്ങിക്കാണും, പക്ഷേ ഈ സാധനങ്ങൾ സെല്ലറിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. ഗുഡ്സ് ആർ സ്റ്റിൽ ഇൻ ദി പൊസിഷൻ ഓഫ് ദി സെല്ലർ. Then if the seller sells the same goods to a third party or another person, the other person can obtain a good title or the other person's title will be good if the other person buys the goods in good faith and for value. ഇത് ജനറൽ പ്രിൻസിപ്പിൾ എക്സംഷൻ ആയിട്ടാണ് വരുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ് എന്താ? ബയേഴ്സ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓവർ വിച്ച് ദി സെല്ലർ ഹാസ് സം റൈറ്റ്സ്. സെല്ലറിന് സം റൈറ്റ്സ് ഉണ്ടെങ്കിലും ബയറിന് ഒരു നല്ല ടൈറ്റിലായിരിക്കും കിട്ടുന്നത്. സോ വെൻ ഗുഡ്സ് ആർ സബ്ജക്ട് ടു സം ലീൻ ഓർ റൈറ്റ് ഓഫ് ദി സെല്ലർ, ദി ബയർ മേ സെൽ, പ്ലെഡ്ജ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓഫ് ദി ഗുഡ്സ് ടു എ തേർഡ് പാർട്ടി ആൻഡ് ഗീവ് ഹിം എ ഗുഡ് ടൈറ്റിൽ. ഇപ്പോൾ സെല്ലറിന് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ പോലും വാങ്ങുന്നയാൾക്കത് പ്ലെഡ്ജ് ചെയ്യുകയോ മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കുകയോ ചെയ്യാം.
അവിടെ ടൈറ്റിൽ ഗുഡ് ടൈറ്റിലായി മാറും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റീസെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലർ വന്നു കഴിഞ്ഞാൽ റീസെയിൽ ഏത് രീതിയിൽ വരും? റീസെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ. വേർ ആൻ അൺപെയ്ഡ് സെല്ലർ ഹു ഹാസ് എക്സൈസ് ദി റൈറ്റ് ടു ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. ഇപ്പം ഒരാൾ എന്താ സാധനങ്ങൾ വിറ്റു, വില കിട്ടിയില്ല, അങ്ങനെ വന്നു കഴിയുകയാണെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. ഇനി വിറ്റ സാധനങ്ങൾ എന്താ ട്രാൻസിറ്റിലായിരുന്നു, ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത സാധനങ്ങൾ തിരികെ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ ദി ബയർ ക്യാൻ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. ദെൻ ദി 8th പോയിന്റ്, മാർക്കറ്റ് അവേർഡ്. അപ്പോൾ അത് ഇംഗ്ലണ്ടിലെ ഒരു പ്രിൻസിപ്പിളാണ്. ഇൻ ഇംഗ്ലണ്ട് എ പേഴ്സൺ അക്വയർസ് എ വാലിഡ് ടൈറ്റിൽ ഇൻ കേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ബൈ ഹിം ഇൻ എ മാർക്കറ്റ് അവേർഡ്. ഒരു മാർക്കറ്റ് അവേർഡിൽ നിന്ന് ഒരാൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അയാളുടെ ടൈറ്റിൽ എല്ലായ്പ്പോഴും ഗുഡ് ടൈറ്റിലായിരിക്കും. എ മാർക്കറ്റ് അവേർഡ് ഈസ് എൻ ഓപ്പൺ പബ്ലിക് ആൻഡ് ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് മാർക്കറ്റ്. പറഞ്ഞാൽ എന്താ, ഒരു പൊതു മാർക്കറ്റിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് ഗുഡ് ടൈറ്റിലായിരിക്കും. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഇൻ മാർക്കറ്റ്, വെൻ over to a bona fide purchaser without notice of the defect in the seller's title and according to the usage of the market, the sale is binding on the true owner. അപ്പം ഒരു പബ്ലിക് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങൾ അവിടുന്ന് വാങ്ങുന്നയാൾക്ക് അയാളുടെ ഉടമസ്ഥാവകാശം ഒരു നല്ല ഗുഡ് ടൈറ്റിലായിരിക്കും അയാൾക്ക് കിട്ടുന്നത്. സോ ദി സെയിൽ മേ ബി അക്കോർഡിംഗ് ടു യൂസേജ് ഓഫ് ദി പർട്ടിക്കുലർ മാർക്കറ്റ്. അപ്പോൾ ആ ഓരോ മാർക്കറ്റിൻ്റെയും കസ്റ്റം അനുസരിച്ചുള്ള ഒരു വിൽപ്പനയായിരിക്കണം.